ബ്രിട്ടീഷുകാർ ആദ്യമായി ഇന്ത്യയിൽ വന്നപ്പോൾ ലോക GDPയുടെ 23% ഇന്ത്യയുടെ കൈവശമായിരുന്നു. എന്നാൽ 1947 അവർ രാജ്യം വിട്ടുപോകുമ്പോൾ ഇന്ത്യയുടെ GDP വെറും 4% കുറഞ്ഞിരുന്നു. കഴിഞ്ഞ 200 വർഷത്തോളം ബ്രിട്ടീഷുകാർ ഇന്ത്യയെ ക്രൂരമായി ചൂഷണം ചെയ്തു. സ്വർണം, വെള്ളി, സുഗന്ധവ്യഞ്ജനങ്ങൾ തുടങ്ങി അവർക്ക് ലഭിച്ചതെല്ലാം അവർ കടത്തിക്കൊണ്ടുപോയി. ബംഗാൾ ക്ഷാമത്തിൻ്റെ കാലത്ത് ചർച്ചിൽ ഇന്ത്യക്കാരുടെ വായിലെ ആഹാരം പോലും തട്ടിപ്പറിച്ചെടുത്ത് സ്വന്തം സൈനികർക്ക് നൽകി. ഇന്ത്യക്കാരെ അപമാനിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, അവർ മുയലുകളെപ്പോലെ പെറ്റുപെരുകുന്നു എന്ന്. ആ കാലഘട്ടത്തിൽ ലക്ഷക്കണക്കിന് ആളുകളാണ് പട്ടിണി കിടന്ന് മരിച്ചത്. പാലും തേനും ഒഴുകിയിരുന്ന ഈ മണ്ണിൽ ലാഭമിരട്ടിയാക്കാൻ അവർ ചായയും കറുപ്പും കൃഷി ചെയ്യാൻ നിർബന്ധിച്ചു. വില കുറഞ്ഞ തൊഴിലാളികളായി ഇന്ത്യക്കാരും ഫലഭൂയിഷ്ഠമായ മണ്ണും ബ്രിട്ടന് വലിയ ലാഭമുണ്ടാക്കി കൊടുത്തു. ഇംഗ്ലണ്ട് രാജ്ഞിയുടെ കിരീടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രത്നം പോലും ഇന്ത്യയിൽ നിന്ന് മോഷ്ടിച്ചതാണ്. കൂടാതെ കോടിക്കണക്കിന് രൂപ വിലമതിക്കുന്ന ഇന്ത്യൻ പുരാവസ്തുക്കൾ ഇന്നും ബ്രിട്ടീഷ് മ്യൂസിയത്തിലുണ്ട്. ഇതാണ് ബ്രിട്ടൻ ഇന്നും ലോകത്തിൽ നിന്ന് മറച്ചുവെക്കാൻ ആഗ്രഹിക്കുന്ന ഇരുണ്ട ചരിത്രം.